നമുക്കെല്ലാവർക്കും ഉള്ളിൽ നിന്നും ഒരിങ്ങനെ ശബ്ദം കേൾക്കുന്ന പോലെ തോന്നാറില്ലേ? നമ്മൾ എന്തെങ്കിലും കാര്യം ചെയ്യാൻ പോകുമ്പോൾ ഇത് ചെയ്തു കഴിഞ്ഞാൽ കുളവാവും, നമ്മൾ ചെയ്യുന്നത് ശരിയല്ല, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന രീതി ശരിയല്ല, ഇങ്ങനത്തെ രീതിയിലൊക്കെ നമ്മളെ ക്രിട്ടിസൈസ് ചെയ്യുന്ന ഒരു ശബ്ദം നമ്മളുടെ ഉള്ളിൽ നിന്നും വരുന്നതായിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഇതിനെക്കുറിച്ച് അറിയാൻ ശ്രമിക്കാം. ഇതാണ് ഇന്നർ ക്രിറ്റിക്. ഈ ഇന്നർ ക്രിറ്റിക് നമ്മൾ എങ്ങനെയാണ് ഫീൽ ചെയ്യിപ്പിക്കാറ്, ആൻഡ് ഈ ഇന്നർ ക്രിറ്റിക് കാരണം നമുക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാവാറ്, ഇന്നർ ക്രിറ്റിക്കിൻ്റെ ടൈപ്സ് എന്താണ്, ആൻഡ് ഈ ഇന്നർ ക്രിറ്റിക്കിന് ഒരു കോച്ചായിട്ട് നമുക്ക് ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റുമോ എന്നതൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. സോ ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അമൈൻമെൻറ്റ്. ഞാൻ അർച്ചന, ഇത് അമൈൻമെൻറ്റ്. അപ്പോൾ ഈ ഇന്നർ ക്രിറ്റിക് എന്ന് പറയുന്ന ഈ ഇൻറ്റേർണൽ വോയിസ് നമ്മളെ ജഡ്ജ് ചെയ്യാറുണ്ട്, നമ്മളെ ക്രിട്ടിസൈസ് ചെയ്യാറുണ്ട്, ആൻഡ് ചില സമയത്ത് നമ്മളെ താഴ്ത്തിക്കെട്ടാറുണ്ട്. ഇപ്പം നമ്മൾ നോക്കുമ്പോൾ നമുക്ക് തോന്നാവുന്നതാണ് ഇതെന്ത് ഹാർഷായിട്ടാണ് ഈ ഇൻറ്റേർണൽ വോയിസ് നമ്മളടുത്ത് സംസാരിക്കാറ് എന്നത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യമാണ്, ഈ ഒരു ഇൻറ്റേർണൽ വോയിസ് അല്ലെങ്കിൽ ഈ ക്രിറ്റിസിസംസ്, ജഡ്ജ്മെൻറ്റ്സ്, ഇതൊക്കെ സ്റ്റെം ചെയ്യുന്ന ഒരു റൂട്ട് പ്ലേസ് എന്ന് പറയുന്നത് ഒരു ഫിയറാണ്. നമ്മൾ റിജക്റ്റ് ചെയ്യപ്പെടുമോ, നമ്മളെ വേറുള്ളവർ ജഡ്ജ് ചെയ്യുമോ, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അതിൽ തെറ്റ് പറ്റുമോ, നമുക്ക് ഫെയിലിയർ സംഭവിക്കുമോ എന്നതിനെക്കുറിച്ചൊക്കെ ഉള്ളൊരു പേടി കാരണമാണ് ഇങ്ങനത്തെ ജഡ്ജ്മെൻറ്റ്സും ക്രിറ്റിസിസംസും നമ്മളുടെ ഉള്ളിൽ നിന്നും ഇങ്ങനെ വരിക. ആൻഡ് ഈ ഇന്നർ ക്രിറ്റിക് ഫോം ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ ഷേപ്പ് ചെയ്യപ്പെടുന്നത് നമ്മളുടെ പാസ്റ്റ് എക്സ്പീരിയൻസസിൻ്റെ പുറത്തായിരിക്കാം, പാസ്റ്റ് ഫെയിലിയേഴ്സ് ആയിരിക്കാം, ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസസ് ആയിരിക്കാം, അല്ലെങ്കിൽ സൊസൈറ്റൽ എക്സ്പെക്റ്റേഷൻസ് കാരണമായിരിക്കാം ഇത് നമുക്കിപ്പോൾ കേൾക്കുന്ന രീതിയിൽ അത് ഫ്രെയിം ചെയ്യപ്പെടുന്നത്. ഇനി നമുക്ക് ഈ ഇന്നർ ക്രിറ്റിക്സിൻ്റെ ടൈപ്സ് നോക്കാം. ടോട്ടലി 7 ടൈപ്സ് ഓഫ് ഇന്നർ ക്രിറ്റിക് ഉണ്ട്. ആൻഡ് നിങ്ങൾക്ക് ഈ ടൈപ്സിനെ കുറിച്ച് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നാം മോർ ദാൻ 1 ടൈപ്പ് നിങ്ങൾക്ക് ഭയങ്കര റിലേറ്റബിൾ ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ആവാം. അപ്പം നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ഈ ഇന്നർ ക്രിറ്റിക് വളരെ സബ്ജക്റ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്ന എക്സാക്റ്റ് ആ രീതിയിൽ തന്നെ നിങ്ങൾക്ക് ആ സൗണ്ട് കേൾക്കണമെന്നില്ല. സോ എല്ലാവർക്കും ഡിഫറെൻ്റ് ആയിട്ടാണ് ഈ ഇന്നർ ക്രിറ്റിക് സൗണ്ട് ചെയ്യുക. അതിൽ ആദ്യത്തെ ടൈപ്പാണ് ദ പെർഫെക്ഷനിസ്റ്റ് എന്ന് പറയുന്ന ഇന്നർ ക്രിറ്റിക്. അത് നമുക്കായിട്ട് സെറ്റ് ചെയ്യുന്നത് വളരെയധികം ഹൈ ആയിട്ടുള്ള സ്റ്റാൻഡേർഡ്സ് ആണ്. ആൻഡ് നമ്മളെല്ലാ കാര്യങ്ങളും വളരെയധികം ഫ്ലോലെസ് ആയിട്ട് ചെയ്യണം, പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം എന്ന് നമ്മളുടെ ഉള്ളിൽ നിന്നും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ആൻഡ് അതിനായിട്ട് നമ്മൾ പുഷ് ചെയ്യും. അങ്ങനെ നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് മാത്രം കാര്യങ്ങൾ ചെയ്യാൻ ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു പോയിൻ്റ് ആകുമ്പോഴത്തേക്കും നമുക്ക് വളരെയധികം എക്സോസ്റ്റഡ് ആയിട്ട് ഫീൽ ആവുന്നതാണ്. ആൻഡ് ഈ ഒരു പെർഫെക്ഷനിസ്റ്റ് എന്ന് പറയുന്ന ഇന്നർ ക്രിറ്റിക്കിനെ വളരെയധികം ബ്യൂട്ടിഫുള്ളി കാണിച്ചിട്ടുണ്ട് മുകുന്ദൻ ഉണ്ണി അസോസിയേറ്റ്സ് എന്ന് പറയുന്ന മൂവിയിൽ. അതിൽ വിനീത് ശ്രീനിവാസൻ പ്ലേ ചെയ്ത ആ ക്യാരക്ടറിന് ഫുൾ ടൈം ഇങ്ങനെ കേൾക്കാൻ പറ്റും, നീ ഇങ്ങനെ ഒന്നും ഇരിക്കേണ്ട ഒരാളല്ല, നീ പെർഫെക്റ്റ് ആയിട്ട് നിനക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും, ഇങ്ങനെയല്ല നിൻ്റെ കേപ്പബിലിറ്റി, നിനക്ക് ഇതിനെക്കാട്ടും കൂടുതൽ കപ്പാസിറ്റി ഉണ്ട്. അങ്ങനെ പുഷ് ചെയ്തുകൊണ്ടിരിക്കും ആ പേഴ്സണിനെ ഈ പെർഫെക്ഷനിസ്റ്റ് എന്ന് പറയുന്ന ഇന്നർ ക്രിറ്റിക്. അടുത്തൊരു ഇന്നർ ക്രിറ്റിക്കാണ് ദി അണ്ടർമൈനർ എന്ന് പറയുന്നത്. ഇതിൽ സംഭവിക്കുന്ന ഈ ക്രിറ്റിക്ക് നമ്മളുടെ ഉള്ളിൽ നിന്നും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, നമ്മൾക്ക് അത്ര വേർത്തില്ല, അല്ലെങ്കിൽ അത്രയും കേപ്പബിൾ അല്ല നമ്മൾ. ആൻഡ് ഇതൊക്കെ കാരണം നമ്മളുടെ സെൽഫ് കോൺഫിഡൻസ് വളരെയധികം താഴും. ആൻഡ് നമ്മളെപ്പോഴും താഴ്ത്തി കെട്ടുന്ന പോലെ ഇങ്ങനെ തോന്നിപ്പിച്ചുകൊണ്ടിരിക്കും. ഫോർ എക്സാമ്പിൾ, നമുക്കിപ്പം പാടാനുള്ള കഴിവുണ്ട്, നമ്മൾ വീട്ടിൽ വളരെയധികം നന്നായിട്ട് പാടുന്നുണ്ട്. പക്ഷെ ഒരു പാട്ട് കോമ്പറ്റീഷൻ വരുമ്പോൾ നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്നില്ല. കാരണം നമ്മളുടെ ഉള്ളിൽ നിന്നും ഈ അണ്ടർമൈനർ ഇന്നർ ക്രിറ്റിക്ക് പറയുകയാണ്, നമ്മൾ അങ്ങനെ രജിസ്റ്റർ ചെയ്താലും അവിടെ പോയി പാടാനുള്ള അത്രയ്ക്ക് കഴിവൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ താഴ്ത്തി കെട്ടുന്ന രീതിയിൽ ഇങ്ങനെ ഫുൾ ടൈം പറഞ്ഞുകൊണ്ടിരിക്കും. ആൻഡ് നമുക്ക് അത്രയ്ക്കും വർത്ത്ലെസ് ആണ്, അല്ലെങ്കിൽ നമ്മളൊരു ചെറുതാണെന്ന് നമ്മളിങ്ങനെ തോന്നിപ്പിച്ചുകൊണ്ടിരിക്കും. അടുത്തതാണ് ദ ഗിൽറ്റ് ട്രിപ്പർ. ഇതിവിടെ ചെയ്യുന്നത് നമ്മളുടെ പാസ്റ്റിൽ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ തെറ്റായിട്ട് ചെയ്യുകയോ മിസ്റ്റേക്സ് സംഭവിക്കുകയോ അല്ലെങ്കിൽ ഡിസിഷൻ എടുത്തത് അത്ര പെർഫെക്റ്റ് ആയില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ ഗിൽറ്റ് ട്രിപ്പ് ഏൽപ്പിച്ചുകൊണ്ടിരിക്കും. നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യും, നിങ്ങൾ ചെയ്തത് ശരിയല്ല, തെറ്റായിപ്പോയി എന്ന് തോന്നിപ്പിച്ച് നമ്മൾ ആ പാസ്റ്റിൽ തന്നെ അങ്ങ് സ്റ്റക്കായി പോവുകയാണ്. പ്രസൻറ്റിൽ നമുക്ക് ജീവിക്കാൻ പറ്റുന്നില്ല, പ്രസൻറ്റിൽ ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ നടന്നുകൊണ്ടിരിക്കും. ഇപ്പോഴുള്ള ഈ ഒരു പ്രസൻറ്റ്
കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇതൊരു പാസ്റ്റ് ടൈം മാറുമല്ലോ. അപ്പോൾ നമുക്കിപ്പോൾ സപ്പോസ് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി, നമ്മൾ ഫുൾ ടൈം ആ പാസ്റ്റിൽ ഇങ്ങനെ സ്റ്റക്കാണ്, നമ്മൾ ഗിൽറ്റ് ട്രിപ്പിൽ തന്നെ ഉണ്ട്, നമ്മളിങ്ങനെ മിസ്റ്റേക്ക് ചെയ്തു, ഡിസിഷൻ എടുത്തത് ശരിയായില്ല എന്നൊക്കെ ചിന്തിച്ച് ഈ കിട്ടുന്ന ഓപ്പർച്യൂണിറ്റി നമ്മൾ ഗ്രാബ് ചെയ്യുന്നില്ല. അപ്പോൾ ഒരു 5-6 ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഓപ്പർച്യൂണിറ്റി ഗ്രാബ് ചെയ്തില്ല എന്നതിനെയും നമ്മളെ കൊണ്ട് ക്രിട്ടിസൈസ് ചെയ്യിപ്പിക്കും. ലൈക്ക് ഇങ്ങനെ ഫീൽ ചെയ്യിപ്പിക്കും, അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിട്ട് പോലും അതിനെ യൂട്ടിലൈസ് ചെയ്തില്ല, എന്തിനു കൊള്ളാം എന്ന രീതിയിൽ നമ്മളെപ്പോഴും ഗിൽറ്റിൽ തന്നെ ഇങ്ങനെ സ്റ്റക്ക് ചെയ്യിപ്പിക്കും. ആക്ച്വലി ഇത് സ്റ്റെം ചെയ്യുന്ന അല്ലെങ്കിൽ ഈ ഒരു ഗിൽറ്റ് ട്രിപ്പറിൻ്റെ മോട്ടീവ് എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കൽ ചെയ്ത മിസ്റ്റേക്ക് ഇനി ചെയ്യരുത് എന്നതാണ് നമ്മളുടെ മൈൻഡിൻ്റെ ഒരു ഉദ്ദേശം ഇത് സ്റ്റാർട്ട് ഔട്ട് ചെയ്യുമ്പോൾ. പക്ഷേ ഇത് ഒരളവിനപ്പുറത്തേക്ക് കടന്ന് ഓവറായി കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ആ ലൂപ്പിൽ, ഈ ഗിൽറ്റ് എന്ന ലൂപ്പിൽ ഇങ്ങനെ സ്റ്റക്കാണ്. നമ്മൾ പാസ്റ്റിനെ കുറിച്ച് മാത്രം ചിന്തിക്കുകയാണ്, നമ്മുടെ പ്രസൻറ്റിൽ നമ്മൾ ജീവിക്കാൻ മറന്നു പോവുകയാണ്. അടുത്തൊരു ടൈപ്പാണ് ഇത് മോൾഡർ എന്ന് പറയുന്നത്. ഈ മോൾഡർ എപ്പോഴും ട്രൈ ചെയ്യുക നമ്മളെ ഒരു സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ ഒരു രീതിയിൽ ചിന്തിക്കാനായിട്ട് പെരുമാറാനായിട്ടൊക്കെ നമ്മളിങ്ങനെ ഷേപ്പ് ചെയ്യിപ്പിക്കുക, മോൾഡ് ചെയ്യിപ്പിക്കുക എന്ന രീതിയിലാണ് നമ്മളുടെ അടുത്ത് എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇത് ആക്ച്വലി ഇതിൻ്റെ റൂട്ട് എന്ന് പറയുന്നത് നമ്മളുടെ ഉള്ളിൽ നിന്നുള്ളൊരു പേടി, നമ്മളെ ആൾക്കാർ റിജക്റ്റ് ചെയ്യുമോ, നമ്മളെ ഷെയിം ചെയ്യുമോ, നമ്മൾ വിട്ടിട്ട് പോവോ എന്നുള്ളൊരു പേടി കാരണം ഈ ഉള്ള ആൾക്കാരുടെ ചിന്തിക്കുന്ന രീതിയിലേക്ക് നമ്മളെ മോൾഡ് ചെയ്തെടുക്കുക, ഷേപ്പ് ചെയ്തെടുക്കുക, ഇതൊക്കെയാണ് ഈ ഇന്നർ ക്രിട്ടിക്ക് ചെയ്യാറ്. നമുക്കൊരു എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ, നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഒരു മൂവി കാണാൻ പോയി. ആ മൂവി കണ്ടിറങ്ങിയപ്പോഴത്തേക്കും ആ ഫ്രണ്ട്സിനൊക്കെ വളരെയധികം ഇഷ്ടപ്പെട്ടു. അവരൊക്കെ പറഞ്ഞു കിടിലൻ മൂവി, എന്ത് സൂപ്പറായിരുന്നു എന്ന രീതിയിലൊക്കെ അവർ പറയാണ്. നിങ്ങൾക്ക് പേഴ്സണലി ഈ മൂവി അത്രയ്ക്ക് ഇഷ്ടമായില്ല. പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ട്രൂ ഒപ്പീനിയൻ അല്ലെങ്കിൽ ട്രൂ സെൽഫ് അവിടെ കാണിച്ചു കഴിഞ്ഞാൽ അവർ നിങ്ങളെ ഷെയിം ചെയ്യുമോ, അവർ ക്വസ്റ്റ്യൻ ചെയ്യുമോ നിങ്ങളുടെ ഒപ്പീനിയനെ എന്നൊക്കെ വിചാരിച്ച് നിങ്ങളുടെ ഉള്ളിൽ നിന്നും ആ മോൾഡർ എന്ന് പറയുന്ന ഇന്നർ ക്രിട്ടിക് നിങ്ങളെ കൊണ്ട് ഷേപ്പ് ചെയ്യിപ്പിച്ച് നിങ്ങളെ പറയിപ്പിക്കുകയാണ്, ഓ സൂപ്പർ മൂവി ആയിരുന്നു എന്ന് പറഞ്ഞ് അവരുടെ കൂടെ ഇങ്ങനെ ജെല്ലാവാൻ വേണ്ടിയിട്ട് അങ്ങനെ പറയിപ്പിക്കുകയാണ്. അടുത്ത ഇന്നർ ക്രിട്ടിക്കാണ് ദി ഡിസ്ട്രോയർ. ഇതാണ് ഏറ്റവും ഹാംഫുൾ ആയിട്ടുള്ളൊരു ഇന്നർ ക്രിട്ടിക്. ഇത് ചെയ്യുന്നത് നിങ്ങളുടെ സെൽഫ് വർത്തിനെ അറ്റാക്ക് ചെയ്യിപ്പിക്കും. ഈ സെൽഫ് വർത്ത് എന്ന് പറയുന്ന കോൺസെപ്റ്റ് നമുക്കായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ്. കാരണം ഈ സെൽഫ് വർത്താണ് നമ്മളെ തോന്നിപ്പിക്കുക നമ്മൾ ഡിസേർവ് ചെയ്യുന്നുണ്ട് ഓൾ ദി റെസ്പെക്റ്റ്, കെയർ, അറ്റൻഷൻ, ലവ്. അപ്പോൾ ഇത് അത്ര ബേസിക് ആയിട്ടുള്ളൊരു കാര്യമാണ്. ആൻഡ് ആ ബേസിക് ആയിട്ടുള്ള സെൽഫ് വർത്തിനെ അറ്റാക്ക് ചെയ്ത് നമ്മളെ തോന്നിപ്പിക്കുകയാണ് നമ്മൾക്ക് തീരെ വർത്തില്ല, നമ്മളൊന്നും ഡിസേർവ് ചെയ്യുന്നില്ല എന്ന് നമ്മളെ കൊണ്ട് ഇങ്ങനെ തോന്നിപ്പിച്ചുകൊണ്ടിരിക്കും. നമ്മൾ എന്തിനാണ് എക്സിസ്റ്റ് ചെയ്യുന്നത് അതിന് പോലും ഒരു സെൻസ് ഇല്ല എന്ന് വരെ നമ്മളെ കൊണ്ട് തോന്നിപ്പിച്ചേക്കാം. ഫോർ എക്സാമ്പിൾ, ഈ ഡിസ്ട്രോയർ നിങ്ങളുടെ ഉള്ളിൽ നിന്നും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നിന്നെ എന്തിനു കൊള്ളാം, നിനക്ക് എന്ത് കഴിവാണുള്ളത്, വീട്ടുകാർക്കോ നാട്ടുകാർക്കോ എന്തെങ്കിലും ഒരു ഗുണമുണ്ടോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന് നിങ്ങളെ കൊണ്ട് തോന്നിപ്പിക്കുകയാണ് ഞാൻ ജീവിക്കുന്നതിന് വരെ എന്തെങ്കിലും അർത്ഥമുണ്ടോ. അടുത്തൊരു ഇന്നർ ക്രിട്ടിക്കാണ് ദ ടാസ്ക് മാസ്റ്റർ. ഇത് ചെയ്യുന്നത് നമ്മൾ എപ്പോഴും ഇങ്ങനെ പുഷ് ചെയ്തുകൊണ്ടിരിക്കും, ഓരോ ടാസ്ക് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക, ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ആൻഡ് ഈ ടാസ്ക് ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് ഒന്ന് റിലാക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ലേസി ആവും, ആൾക്കാർ നമ്മളെ ഫെയിലിയർ ആണെന്ന് ജഡ്ജ് ചെയ്യും എന്നിങ്ങനെ തോന്നിപ്പിച്ച് നമ്മളെ ഫുൾ ടൈം ഹാർഡ് വർക്ക് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കും. ഒരു രീതിയിൽ റിലാക്സേഷനും ചെയ്യാൻ ഈ ടാസ്ക് മാസ്റ്റർ സമ്മതിക്കില്ല. ഇത് പെർഫെക്ഷനിസ്റ്റുമായിട്ട് ഡിഫറെൻ്റ് ആവുന്ന എങ്ങനെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, പെർഫെക്ഷനിസ്റ്റിൻ്റെ മെയിൻ ഒരു മോട്ടീവ് എന്ന് പറയുന്നത് എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുക, റിസൾട്ട് ഓറിയൻറ്റഡ് ആണ്. അതേസമയം ഈ ടാസ്ക് മാസ്റ്റർ ടാസ്ക് ചെയ്തുകൊണ്ടിരിക്കുക, ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക, നിങ്ങൾ എഫേർട്സ് ഇടുന്നത് നിർത്താൻ നിങ്ങൾക്ക് പറ്റില്ല എന്ന രീതിയിൽ ഇത് നിങ്ങളെ ഫോഴ്സ് ചെയ്യും. അപ്പോൾ അതാണ് ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ്. അടുത്ത ടൈപ്പാണ് ദ ഇന്നർ കൺട്രോളർ. ഇത് ചെയ്യുന്നത് നിങ്ങളുടെ നാച്ചുറൽ ഇമ്പൾസസ് ആയ ഈറ്റിംഗ്, ഡ്രിങ്കിങ് അല്ലെങ്കിൽ സ്പെൻഡിങ്, സെക്സ് ഇതിനൊക്കെ ഇങ്ങനെ കൺട്രോൾ ചെയ്യാനാണ് ഇത് ശ്രമിക്കുക. ആൻഡ് അത് കൺട്രോൾ ചെയ്യാനായിട്ട് എപ്പോഴും ഇങ്ങനെ ഹാർഷായിട്ടുള്ള കമൻറ്റ്സ് പറയുക, ഷെയിം ചെയ്യുക, ഇതൊക്കെയാണ് ഇത് കൺട്രോൾ ചെയ്യാൻ യൂസ് ചെയ്യുന്ന മീഡിയംസ്. സോ ഇഫ് സപ്പോസ് നിങ്ങൾക്ക് നിങ്ങളുടെ ഈറ്റിംഗ് എന്നൊരു ഹാബിറ്റിനെ കൺട്രോൾ ചെയ്യണമെന്ന് ഈ ഇന്നർ ക്രിട്ടിക്
ക്രിട്ടിക്കിനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ഡെസേർട്ട് കഴിച്ചു കഴിഞ്ഞാൽ എപ്പോഴും നിങ്ങളെ ഷെയിം ചെയ്യുന്ന രീതിയിൽ ഉള്ളിൽ നിന്നും ഇങ്ങനെ വോയിസ് വരും, നാണമുണ്ടോ, ഇത്ര പോലും കൺട്രോൾ ചെയ്യാൻ പറ്റില്ലേ എന്നതായിട്ട് എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മുടെ ലൈഫിൽ ഇപ്പോൾ കുറച്ച് ചാലഞ്ചസ് വന്നിട്ടുണ്ട്, ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു ഫേസിൽ കൂടെയാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ഡിസിഷൻ എടുക്കേണ്ട ഒരു സമയം, ഇങ്ങനത്തെ ഒക്കെ സിറ്റുവേഷൻസ് വരുമ്പോൾ, ഇങ്ങനെ ക്രിട്ടിക്കലായിട്ടുള്ള സിറ്റുവേഷൻസിൽ ഈ ഇന്നർ ക്രിട്ടിക് വളരെയധികം വർദ്ധിക്കാറുണ്ട്. ആൻഡ് വളരെയധികം ഇൻറ്റൻസായിട്ട് ഈ വോയിസ് നമുക്ക് എപ്പോഴും ഇങ്ങനെ കേട്ടുകൊണ്ട് ഇരിക്കാറുണ്ട്. ആക്ച്വലി ഈ ഇന്നർ ക്രിട്ടിക്ക് ഉദ്ദേശിക്കുന്നത് നമ്മളുടെ ഭാഗത്തു നിന്ന് തെറ്റ് പറ്റരുത്, നമ്മൾ എല്ലാ കാര്യങ്ങളും അനലൈസ് ചെയ്ത് ശ്രദ്ധിച്ച് മാത്രമേ ഡിസിഷൻസ് എടുക്കാൻ പാടുള്ളൂ, ആൻഡ് ഇവൻച്വലി നമ്മളുടെ ലൈഫിൽ ഗ്രോത്ത് വരണം എന്നാണ് ഈ ഇന്നർ ക്രിട്ടിക് ആഗ്രഹിക്കുക. പക്ഷേ അത് ഒരളവിനപ്പുറത്തേക്ക് കടക്കുമ്പോഴാണ് നമ്മളുടെ ഡെയിലി ഫങ്ഷനിങ്ങിനെ അത് ബാധിക്കും, നമ്മളുടെ ക്വാളിറ്റി ഓഫ് ലൈഫിനെ ബാധിക്കും, നമുക്ക് റിലാക്സ് ആവാൻ പറ്റുന്നില്ല, നമുക്ക് ബേൺ ഔട്ട് ഫീൽ ചെയ്യുന്നു, ഇങ്ങനത്തെ രീതിയിലൊക്കെ ബുദ്ധിമുട്ടുകൾ നമ്മളുടെ ലൈഫിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സോ നമുക്ക് ഈ ഇന്നർ ക്രിട്ടിക്കിനെ കംപ്ലീറ്റ്ലി സൈലൻ്റ് ആക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഈ ഇന്നർ ക്രിട്ടിക്കിനെ എത്രത്തോളം ആവശ്യമാണോ ആ ലെവലിൽ വെച്ചുകൊണ്ട് അതിനെ ഒന്ന് ട്രാൻസ്ഫോം ചെയ്ത് ഒരു കോച്ച് എന്ന രീതിയിൽ നമ്മളുടെ ഇന്നർ കോച്ചാക്കി നമുക്ക് എങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ, നമ്മളുടെ ഇപ്പോൾ ഒരു സിറ്റുവേഷൻ ഉണ്ട്, ഒരു ചാലഞ്ച് ഉണ്ട്, ഒരു ഡിസിഷൻ എടുക്കണം, ആ സമയത്ത് പ്രോപ്പർലി അതിനെക്കുറിച്ച് ചിന്തിച്ച് അനലൈസ് ചെയ്ത് പ്രോപ്പർലി ആക്ഷനബിൾ സ്റ്റെപ്സ് എടുക്കുന്ന രീതിയിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഇന്നർ വോയിസ് ആക്കി നമ്മൾക്ക് എങ്ങനെ മാറ്റിയെടുക്കാം എന്നത് നമുക്ക് നോക്കാം. അതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ആദ്യത്തെ സ്റ്റെപ്പാണ്, ഇങ്ങനെ ഒരു ഇന്നർ ക്രിട്ടിക് അല്ലെങ്കിൽ ഇന്നർ വോയിസ് നിങ്ങളുടെ ഉള്ളിൽ നിന്നും ഇങ്ങനെ വരുമ്പോൾ അതിനെ നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുക, റെക്കഗ്നൈസ് ചെയ്യുക ഏത് കാറ്റഗറിയിലെയാണ് ഈ ഇന്നർ ക്രിട്ടിക് ഉള്ളത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങളൊരു ടീച്ചറാണ് ആൻഡ് നെക്സ്റ്റ് ഡേ നിങ്ങൾക്ക് ഫസ്റ്റ് ടൈം ഒരു സ്ഥലത്ത് ലെക്ചർ ഡെലിവർ ചെയ്യാൻ പോകണം. ആൻഡ് നിങ്ങളുടെ ഉള്ളിൽ നിന്നും ഇങ്ങനെ ഒരു ഇന്നർ വോയിസ് വരുവാണ്, എല്ലാം പ്രോപ്പർലി പ്രിപ്പയർ ചെയ്യണം, എല്ലാം പെർഫെക്റ്റ് ആയിരിക്കണം, ഏത് കുട്ടി എന്ത് ചോദ്യം ചോദിച്ചാലും എല്ലാത്തിനും എനിക്ക് ആൻസർ പറയാൻ പറ്റണം. അപ്പോൾ ഇങ്ങനെ നിങ്ങളുടെ ഉള്ളിൽ നിന്നും ഓവറായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളൊന്ന് പോസ് ചെയ്ത് നിങ്ങൾ റെക്കഗ്നൈസ് ചെയ്യാൻ ശ്രമിക്കണം, ഓക്കെ, എൻ്റെ ഉള്ളിൽ നിന്നും ഈ പെർഫെക്ഷനിസ്റ്റ് എന്ന ഇന്നർ ക്രിട്ടിക്കാണ് ഇത് പറയുന്നത്. ഇങ്ങനെ ഞാൻ ഇതിൽ വീഴ്ന്നു പോയി കഴിഞ്ഞാൽ ഞാൻ പ്രിപ്പറേഷൻ ഈസ് ഗുഡ്, പക്ഷെ ഓവർ പ്രിപ്പയർ ചെയ്ത് ഇതിൽ ഭയങ്കരമായിട്ട് ഫോക്കസ് ചെയ്ത് തെറ്റ് പറ്റരുത്, എനിക്ക് ഒരു ക്വസ്റ്റ്യൻ പോലും ആൻസർ ചെയ്യാൻ പറ്റാതെ ആവരുത് എന്നത് മാത്രം ഫോക്കസായി കഴിഞ്ഞാൽ നിങ്ങൾ ഇന്ന് തന്നെ എക്സോസ്റ്റഡ് ആവും. നാളെ അവിടെ പോയി പ്രോപ്പർലി നിങ്ങൾക്ക് ആ പ്രോസസ്സ് എൻജോയ് ചെയ്ത് കുട്ടികളുമായിട്ട് കണക്റ്റഡ് ആയിട്ട് ആ ലെക്ചർ ഡെലിവർ ചെയ്യാൻ പോലും പറ്റാതെയാവും. സോ നിങ്ങൾ ചെയ്യേണ്ട ഫസ്റ്റ് സ്റ്റെപ്പാണ് റിക്കഗ്നൈസ് ചെയ്യുക ആൻഡ് ആ കാറ്റഗറിയെ നെയിം ചെയ്യുക. അടുത്ത സ്റ്റെപ്പാണ് ഈ ഇന്നർ ക്രിട്ടിക്ക് പറയുന്ന കാര്യങ്ങളെ ചാലഞ്ച് ചെയ്യുക, അതിൻ്റെ ആക്യുറസി നിങ്ങൾ ടെസ്റ്റ് ചെയ്യുക. മോസ്റ്റ് ഓഫൻ ഈ ഇന്നർ ക്രിട്ടിക്ക് പറയുന്ന കാര്യങ്ങൾ എക്സാജറേറ്റഡ് ആയിരിക്കാം, റിയാലിറ്റിയെ വളച്ചൊടച്ച് ഡിസ്റ്റോർട്ടഡ് ആയിട്ടായിരിക്കാം നിങ്ങളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യുക. സോ എപ്പോഴും ഇരുന്ന് ആലോചിക്കുക, ഇത് ട്രൂ ആണോ, ഇത് ആക്യുറേറ്റ് ആണോ, ഈ ഞാൻ ചിന്തിച്ചു കൂട്ടുന്ന കാര്യങ്ങൾക്ക് എന്തെങ്കിലും എവിഡൻസ് ഉണ്ടോ എന്നൊക്കെ എപ്പോഴും ചിന്തിക്കുക. അടുത്ത നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ ഇന്നർ ക്രിട്ടിക്ക് പറയുന്ന ഹാർഷ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സിനെ, ഇൻവാലിഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സിനെ ഒന്ന് റീഫ്രെയിം ചെയ്യാൻ ശ്രമിക്കുക. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ ഇന്നർ ക്രിട്ടിക്ക് പറയുകയാണ്, നീ ഇത് ചെയ്തു കഴിഞ്ഞാൽ ശരിയാവാൻ പോകുന്നില്ല എന്ന് ഉള്ള ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ നമുക്ക് റീഫ്രെയിം ചെയ്ത് ഇങ്ങനെ ആക്കാൻ പറ്റില്ലേ, നമുക്കിത് ചെയ്തു നോക്കാം, തെറ്റ് പറ്റുമായിരിക്കാം, ചിലപ്പോൾ തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ ഞാൻ അതിൽ നിന്നും ഒരു ലെസൺ ഗ്രാബ് ചെയ്ത് നെക്സ്റ്റ് വീണ്ടും അത് ചെയ്തു നോക്കാം എന്ന രീതിയിൽ നമുക്ക് റീഫ്രെയിം ചെയ്യാം. ഇങ്ങനെ നമ്മൾ റീഫ്രെയിം ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഈ ഇന്നർ ക്രിട്ടിക്കിനെ ഇന്നർ കോച്ചാക്കി മാറ്റാനുള്ള പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. കാരണം ഇവിടെ നമ്മൾ ആ ക്രിറ്റിസിസമിനെ റീഫ്രെയിം ചെയ്ത് അതിനൊരു കൺസ്ട്രക്റ്റീവ് ഫീഡ്ബാക്ക് ആക്കി മാറ്റാൻ ശ്രമിച്ചിരിക്കുന്നു. അടുത്തതായിട്ട് നമുക്ക് സെൽഫ് കമ്പാഷൻ പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. നമ്മൾ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ അടുത്ത് എങ്ങനെയായിരിക്കും ബിഹേവ് ചെയ്യുക, എത്ര കൈൻഡ്നെസ് ആണ് ഷോ ചെയ്യുക, ആ രീതിയിലെ കൈൻഡ്നെസ് നമ്മൾ നമ്മളുടെ അടുത്തും ഷോ ചെയ്യുക. ഇപ്പോൾ സപ്പോസ് ഒരു മിസ്റ്റേക്ക് സംഭവിച്ചാൽ നമ്മൾ ഒരിക്കലും പോയി നമ്മളുടെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ അടുത്ത് നീ ഇതെന്താ കാട്ടിക്കൂട്ടിയത് എന്ന് പറയില്ല. നമ്മൾ പറയും ഇറ്റ്സ് ഓക്കെ, ഇപ്പം ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് സംഭവിച്ചു, നമുക്ക് നെക്സ്റ്റ് ടൈം ട്രൈ ചെയ്യാം. അതേ രീതിയിൽ ഒരു അപ്രോച്ച് നമുക്ക് നമ്മളുടെ അടുത്തും എടുക്കാവുന്നതാണ്. അടുത്തതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന വളരെയധികം സിമ്പിൾ പക്ഷേ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു കാര്യമാണ് കൺസ്ട്രക്റ്റീവ് ക്വസ്റ്റ്യൻസ് നമ്മളുടെ അടുത്ത് തന്നെ നമ്മൾ ചോദിക്കുക.
ഇപ്പോൾ ഒരു ചാലഞ്ച് വന്നിരിക്കുന്നു, അല്ലെങ്കിൽ ഒരു മിസ്റ്റേക്ക് നമ്മളുടെ ഭാഗത്തു നിന്നും സംഭവിച്ചു, ആ സമയത്ത് നമ്മളിരുന്നൊന്ന് ചിന്തിക്കാൻ കൺസ്ട്രക്റ്റീവ് രീതിയിൽ തന്നെ ചോദിക്കുക, ഓക്കെ, ഈ ഒരു സിറ്റുവേഷനിൽ ഞാൻ എന്താണ് ചെയ്തത്, അതിന് മിസ്റ്റേക്ക് എന്തായിരുന്നു, എനിക്ക് എന്താണ് റെക്ടിഫൈ ചെയ്യാൻ പറ്റുക, ഇതിൽ എൻ്റെ കൺട്രോളിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിൽ ആദ്യത്തെ സ്റ്റെപ്പായിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനത്തെ രീതിയിൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കൺസ്ട്രക്റ്റീവ് രീതിയിൽ ചോദിക്കുക. അടുത്തതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് അഫർമേഷൻസ് പ്രാക്ടീസ് ചെയ്യുക. ഇത് ചിലപ്പോൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് സില്ലി ആയിട്ട് തോന്നിയേക്കാം, പക്ഷെ ഇത് തീരെ സില്ലി ആയിട്ടുള്ളൊരു കാര്യമല്ല. നമ്മളുടെ ഇന്നർ ക്രിറ്റിക് എത്രത്തോളം ഹാർഷായിട്ടാണോ നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യുക, അതിനെ കൗണ്ടറാക്ട് ചെയ്യുന്ന രീതിയിൽ നമ്മൾ അഫർമേഷൻസ് കൊടുക്കുമ്പോൾ, നമുക്ക് ഈ പോസിറ്റീവായിട്ടുള്ള റീഅഷ്വറൻസ് എന്ന രീതിയിൽ കൊടുക്കുമ്പോൾ നമുക്ക് ഈ ഒരു സെൽഫ് ക്രിട്ടിക്കൽ ആയിരിക്കുന്ന സമയത്ത് അത് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടൂൾ കിറ്റായിട്ട് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ ഫീഡ് ചെയ്യുകയാണ് നമ്മളെ തന്നെ, ലൈക്ക് ഓക്കെ, നമ്മൾ ഡിസേർവ് ചെയ്യുന്നുണ്ട് ലവ്, റെസ്പെക്റ്റ്, കെയർ, നമ്മൾ തന്നെ കൈൻഡ് ആയിട്ടിരിക്കണം നമ്മളുടെ ടുവേർഡ്സ്, ആൻഡ് നമ്മൾ കേപ്പബിൾ ആണ്. ഇങ്ങനത്തെ രീതിയിലൊക്കെ അഫർമേഷൻസ് നമ്മളുടെ മൈൻഡിൽ ഫീഡ് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. I can't. I'm beautiful. I'm strong. I love myself. I do a good job. ഇപ്പം ഞാൻ ഈ പറഞ്ഞ എല്ലാ സ്റ്റെപ്സ് നിങ്ങൾ കേട്ടു. ഈ സ്റ്റെപ്സൊക്കെ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ നോക്കുന്നു, പക്ഷെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഇതൊന്നും അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ എഫക്റ്റീവായിട്ട് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല. ആൻഡ് ഈ ഇന്നർ ക്രിറ്റിക്ക് കാരണം നിങ്ങളുടെ ഡെയിലി ഫങ്ഷനിങ്ങിനെ ബാധിക്കുന്നു, ഇത് നിങ്ങളുടെ ക്വാളിറ്റി ഓഫ് ലൈഫിനെ ബാധിക്കുന്നു, നിങ്ങളുടെ ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്സിനെ ബാധിക്കുന്നു, നിങ്ങളെ കൊണ്ട് ഡിസിഷൻസ് എടുക്കാൻ പറ്റുന്നില്ല, നിങ്ങളുടെ ലൈഫിൽ പ്രൊക്രാസ്റ്റിനേഷൻ നിങ്ങൾക്ക് ഫീൽ ആവുന്നു. ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ നിങ്ങൾ ഫേസ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് സീക്ക് ചെയ്യുക. ഒരു തെറപ്പിസ്റ്റിനെ നിങ്ങളെ സപ്പോർട്ട് ആൻഡ് ഗൈഡ് ചെയ്ത് നിങ്ങളുടെ ഇന്നർ ക്രിറ്റിക്കിനെ ഇന്നർ കോച്ച് ആക്കാനുള്ള ഈ ജേർണിയിൽ നിങ്ങളെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റും. ആസ് എ സൈക്കോളജിസ്റ്റ് എനിക്ക് പറയാനുള്ളൊരു കാര്യം, നമ്മളുടെ ഈ ഇന്നർ ക്രിറ്റിക്ക് എന്ന് പറയുന്ന ഒരു കാര്യം വളരെയധികം നാച്ചുറലായിട്ട് നമ്മളുടെ ഉള്ളിൽ, നമ്മളുടെ എല്ലാവരുടെ ഉള്ളിലും ഉള്ള കാര്യമാണ്. എൻ്റെ ഉള്ളിലും ഉണ്ട്. നമ്മൾ എന്തെങ്കിലും കാര്യം ചെയ്യാൻ പോകുമ്പോൾ ഈ ഇന്നർ ക്രിറ്റിക്ക് ഉദ്ദേശിക്കുന്നത് നമ്മളത് പെർഫെക്റ്റായിട്ട് ചെയ്ത് നമുക്ക് ഗ്രോത്ത് ഉണ്ടാവണം എന്നൊക്കെയാണ്. പക്ഷേ ഒരു പോയിന്റിൽ ഇത് നമ്മളെ നെഗറ്റീവായിട്ട് ബാധിക്കുന്നു, നമ്മളുടെ ലൈഫിനെ ബാധിക്കുന്നു എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഡെഫിനറ്റ്ലി സ്റ്റെപ്സ് എടുത്തിരിക്കണം അതിനായിട്ട്. ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും ആൻഡ് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കാരണം ഇത് അത്രത്തോളം നമുക്ക് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു ടോപ്പിക്ക് തന്നെയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ. ആൻഡ് താങ്ക് യു വൺസ് അഗൈൻ ഫോർ വാച്ചിങ്. ബൈ, ടേക്ക് കെയർ.